ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫർണിച്ചറിൻ്റെ ഡെലിവറി വീഡിയോ ഒന്നും അല്ല, ഡെലിവറി ആണ്. ഞങ്ങൾക്ക് ചെറിയൊരു ഡെലിവറി ഉള്ളൂ. കടവന്ത്രയിലെ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് നമ്മുടെ റോഡിലെ പുതിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇന്നലെയും മിനിഞ്ഞാന്ന് എടപ്പള്ളിയിലൊക്കെ ഫുള്ള് വെള്ളം കയറി നിങ്ങൾ മിക്ക ആൾക്കാരും ന്യൂസിലും ഇതിലൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇന്നത്തെ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നിങ്ങളിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ ഗോഡൗണിൽ നിന്ന് ഇറങ്ങിയിട്ട് എടപ്പള്ളിയിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇവിടെ ഇപ്പോഴും വെള്ളം ഇതായി തോർന്നിട്ടില്ല. ഇവിടെ നല്ല വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ബൈക്കിനും ഓട്ടോക്കൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. സെൻറ്ററിൽ വെള്ളം പോകാനൊരു വഴിയില്ലാതെ ഇവിടെ കെട്ടി നിൽക്കുകയാണ്. ഇതുവരെ ശരിയാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടെ. ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ വെള്ളം അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഈ മിനിഞ്ഞാന്ന് പെയ്ത മഴക്ക് വന്ന വെള്ളമാണ്. മിനിഞ്ഞാന്ന് മഴ പെയ്തപ്പോൾ ഇതിൽ കൂടുതലുണ്ടായിരുന്നു വെള്ളം. ഒരു ഓട്ടോ ഒരു ബൈക്കിൻ്റെ ഒക്കെ പകുതി വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് ഇവിടെ ഓട്ടോയും ബൈക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ വണ്ടികൾ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇവിടെ ന്യൂസ് ചാനൽ വരെയൊക്കെ വന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ. ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങി. ഇവിടെ മാത്രം വെള്ളം ഒഴുക്കി കളയാനൊരു സ്പേസ് ഇല്ല. രണ്ട് സൈഡിലും ഡ്രെയിനേജ് ചെയ്തിട്ടുണ്ട്. ചാലുണ്ട്, ചാല് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാം ക്ലോസ് ആണ്. അതിൻ്റെ അകത്തോട്ടുള്ള പൈപ്പ് ബ്ലോക്ക് ആയേക്കാണോ ചാൽ എന്താണെന്ന് അറിഞ്ഞൂടെ. വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. മിനിഞ്ഞാന്ന് കെട്ടിക്കിടക്കൽ തുടങ്ങിയാണ് വെള്ളം. ഇത് നമ്മുടെ പൈപ്പ് ലൈൻ റോഡാണ്. പൈപ്പ് ലൈൻ റോഡിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. ഇന്നൊക്കെ ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ഭാഗത്ത് മാത്രമേ ഞങ്ങൾ ഇന്ന് പോകുന്ന വഴിയിൽ വെള്ളം കണ്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് അടുത്ത് എടപ്പള്ളി കാണാം. എടപ്പള്ളി മിനിഞ്ഞാന്ന് നിങ്ങൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മുടെ എടപ്പള്ളി മുകളിൽ കാണുന്നത് നമ്മുടെ മെട്രോ ആണ്. ഇടപ്പള്ളിയിലെ കാഴ്ച നിങ്ങൾ എല്ലാവരും ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. കാരണം അത് ഭയങ്കര വൈറലായിരുന്നു ആ ഫോട്ടോയും വീഡിയോ ഒക്കെ. അത് ഇവിടെ നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തല്ല കേട്ടോ. ഈ ഭാഗത്ത് അല്ല. ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ലുലുമാളിൻ്റെ ആ റോഡാണ്. നമ്മുടെ എറണാകുളം ആലുവ റൂട്ടാണ് ഇത്. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എറണാകുളം ഭാഗത്തോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വെള്ളം കണ്ടോ, ഈ ഫോട്ടോയിൽ കാണുന്നത് അത് ഇവിടെ കറക്റ്റ് ഇവിടെ അല്ല. ഞങ്ങളിത് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മുന്നിൽ പാലാണ്, ബ്രിഡ്ജ് ഉണ്ട്. അതായത് ലുലുവിൻ്റെ തൊട്ട് മുന്നിലായിട്ട് പാലുണ്ടല്ലോ, ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ. ആ ബ്രിഡ്ജ് കയറാതെ താഴോടെ പോയി കഴിഞ്ഞാൽ ഗുരുവായൂരിലോട്ട് തിരിയുന്ന ഭാഗമുണ്ട്. ഗുരുവായൂർ റോഡുണ്ട്. ആ റോഡിനാണ് ആ വെള്ളക്കെട്ട് നിങ്ങൾ കണ്ടത്. ആ വീഡിയോയിൽ ഫോട്ടോയിലൊക്കെ ഉണ്ടായിരുന്നത് ആ വെള്ളക്കെട്ടാണ്. ലുലുമാൾ ഇത് നമ്മുടെ വലതുവശത്തായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന്. ഇന്ന് വെള്ളം എല്ലാം തോർന്നിട്ടുണ്ട്. ഇന്ന് അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല ഇവിടെ. അങ്ങനെ വലിയ സീനൊന്നുമില്ല. ഈ പാലത്തിൻ്റെ തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. റൈറ്റ് സൈഡിൽ അങ്ങോട്ട് ഗുരുവായൂർ റോഡ് ഉണ്ട്. ആ റോഡിനാണ് നിങ്ങൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം തോർന്നിട്ടുണ്ട്. അവിടെ ഇപ്പം അങ്ങനെ വിഷയമൊന്നുമില്ല. വണ്ടിയൊക്കെ അത്യാവശ്യം പോയി തുടങ്ങി. അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ മെയിൻ റോഡിലൊന്നുമില്ല. ഇന്നിപ്പോൾ ഇതുവരെ വീഡിയോ എടുക്കുന്നവരെ ഞങ്ങൾക്ക് അങ്ങനെ മഴയൊന്നും അങ്ങനെ അനുഭവപ്പെട്ടില്ല. ചെറിയ മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു. അത് കാരണമാണ് അങ്ങനെ വെള്ളക്കെട്ടും ഇതൊക്കെ ഉണ്ടായത്. ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് അതേപോലെ 2 മണിക്കൂറിന് ശേഷം വരുമ്പോഴും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതേ വെള്ളം അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അത് ഒഴുക്കി കളയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് ഒഴിവാക്കാനോ ഒന്നും ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. അത് അതേപോലെ തന്നെ നിങ്ങൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട അതേ വെള്ളമാണത്. തിരിച്ച് ഞങ്ങൾ ഗോഡൗണിലോട്ട് ഡെലിവറി കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ആ വെള്ളം അതേപോലെ തന്നെ അവിടെ ഉണ്ട്. ഒരു പൊടിക്ക് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളിലേക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.